Good morning. Welcome to EduFix Academy. MMPC 009 Management of Machines and Material. ഇനി നമ്മൾ ഈ സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു 4 M's നമ്മൾ അറിയാം അല്ലെ. നമുക്കൊരു 4 M's എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. 4 M's ഓഫ് പ്രൊഡക്ഷൻ മോഡൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. 4 M's ഉണ്ടല്ലോ. അത് ഏതൊക്കെയായിരുന്നു? മെന്, മണി, മെറ്റീരിയൽ, മെഷീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ 4 എലമെന്റ്സിനെയും പാടെ എന്താണ് നമ്മൾ അതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ പറയുന്നതാണ് 4 M's ഓഫ് പ്രൊഡക്ഷൻ മോഡൽ എന്നുള്ളത് അല്ലെ. അപ്പം അതില് മെൻ എന്നുണ്ട്, അതായത് മാൻ പവർ അല്ലെ. അതെന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതിന് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഏതിലാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് തന്നെ അതിനുണ്ട്. അതേപോലെ മണി, അതായത് നമ്മുടെ ഫിനാൻസ്, അപ്പൊ എന്താണ്? അതിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ വരുന്നതാണ് മെറ്റീരിയലും മെഷീനും. അതിനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഏത്? മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ എന്നുള്ളത്. ഓക്കെ, അപ്പോ പ്രോപ്പർ ആയിട്ട് നമ്മൾ മെൻ എങ്ങനെയാണോ മണി എങ്ങനെയാണോ അതേപോലെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് എന്ത് മെഷീൻസിനും മെറ്റീരിയലിനും ഒക്കെ അല്ലെ. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് പ്രോപ്പറായി മാനേജ് ചെയ്യാം എന്നുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിന് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെഷീനും മെറ്റീരിയലിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക്, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റ് പിന്നെ 4 ബ്ലോക്കിലൂടെയാണ് പോകുന്നത്. 4 ബ്ലോക്സ് ഉണ്ട്. അതിൽ ടോട്ടൽ 14 യൂണിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ്. ഫസ്റ്റ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ട് ഈ മെഷീൻസിനെയും മെറ്റീരിയലിനും മാനേജ് ചെയ്യാന്നില്ലെങ്കിൽ നമ്മൾ ഒരു ബേസിക് കൺസെപ്റ്റ് വരുന്നത് ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിനാണ് വരുന്നത്. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത് ഈ മെഷീൻസിനെയും മെറ്റീരിയലിനൊക്കെ കുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതിന്റെ ഡിസൈൻസും ലേ ഔട്ട്, അതിനെ എങ്ങനെ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെയാണ് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ്, ഒരു ആൻഡ് ഓവർവ്യൂ എന്ന രീതിയിലും, പിന്നെ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, പ്രോസസ് എങ്ങനെ സെലക്ട് ചെയ്യാം, ലൊക്കേഷന്, ലേ ഔട്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അതായത് മാസ് പ്രൊഡക്ഷന്, ബാച്ച് പ്രൊഡക്ഷന്, ജോബ് ഷോപ്പ് പ്രൊഡക്ഷന്, പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റി പ്ലാനിങ്ങും വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് ആണ്. അതായത് കപ്പാസിറ്റി പ്ലാനിങ്ങും ജോബ് ഡിസൈനും വർക്ക് ഡിസൈനും വാല്യൂ എഞ്ചിനീയറിംഗും പിന്നെ അതിൽ തന്നെ ക്വാളിറ്റിനെ കുറിച്ചിട്ടും ക്വാളിറ്റി അഷുറൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഫോർത്ത് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ്. ഇതുവരെ ബ്ലോക്ക് 4 വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷീൻ ആയിരുന്നു. ലാസ്റ്റ് ബ്ലോക്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിസ്കസ്, അതായത് പർച്ചേസിങ് എങ്ങനെ ചെയ്യാം, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇൻവെന്ററി എത്രത്തോളം വേണം, അതിന്റെ സ്റ്റാൻഡർഡൈസേഷനും അതിന്റെ റിഡക്ഷനും വേസ്റ്റ് മാനേജ്മെന്റും എല്ലാതുമാണ് നമ്മൾ ഫോർത്ത് ബ്ലോക്കായ മെറ്റീരിയൽ മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 14 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് MMPC 009 എന്നുള്ളത്. പക്ഷെ അതിൽ ഒരുപാട് ടേംസുകൾ വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും തരുന്നതാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി തന്നെ വേണം കേട്ടോ. സെപ്പറേറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും അത്. കാരണം ഒത്തിരി ടേംസ് വരുന്നുണ്ട് അതിൽ കേട്ടോ. അതായത് നമുക്ക് കൺഫ്യൂഷൻസ് വരും. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിരിക്കും, പക്ഷെ അതൊന്നും അല്ലായിരിക്കും അതിന്റെ ഉള്ളിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കറക്റ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ക്ലാസ്സും കാര്യങ്ങളും കേൾക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ബ്ലോക്ക് 1 ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 1 നമുക്കിന്ന് കുറച്ച് പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. ഓക്കെ, ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡീൽ ചെയ്യുന്നത്, ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് ഒരു പ്രൊഡക്ഷന്റെ ഒരു ഭാഗമാണ് അല്ലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ ഓഫ് കോഴ്സ് അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതേപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോ മെറ്റീരിയൽസ് മാത്രമല്ല, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മാനേജ്മെന്റ്, പിന്നെ നമ്മളെ ടെക്നോളജി, എനർജി, റോ മെറ്റീരിയൽസ്, അങ്ങനെ ഒത്തിരി റിസോഴ്സസ് അടങ്ങിയതാണ് എന്ത്, നമ്മളെ ഇൻപുട്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കില്ല, ഇൻപുട്ട് ആണോ ചോദിച്ചാൽ അല്ല, അതിൽ നിന്ന് കുറച്ചും കൂടി എന്താണ്, കുറച്ച് അഡ്വാൻസ്ഡ് ഫോം ആണ്. എന്നാൽ അതെന്തായിട്ടില്ല, ഔട്ട്പുട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു പ്രോസസ്സിലുണ്ടല്ലോ, അതിൽ നിൽക്കുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, അപ്പൊ അൺഫിനിഷ്ഡ് ആയിരിക്കും അല്ലെ. അതായത് പ്രോസസ് ഓഫ് ബീയിങ് കംപ്ലീറ്റഡ് എന്നാണ്. എന്താണ്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പാർട്ടായിട്ടാണ് എന്ത് വരുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ കൺവേർഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു ടേമാണ് പ്രൊഡക്ഷൻ എന്നുള്ളത്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് എ വെറൈറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്, തന്നിരിക്കുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാണ് എന്തായിട്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇൻപുട്ട് എന്താ, ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്ന് ഔട്ട്പുട്ട് പറഞ്ഞില്ല അല്ലെ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്ക് ഔട്ട്പുട്ട്, നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടാണോ വേണ്ടത്, അല്ലാതെ സർവീസ് ഗുഡ്സ്, അങ്ങനെ എന്ത് നമുക്ക് എന്തായിട്ട് പറയാം, ഔട്ട്പുട്ട് അതായത് ഫിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, അതിന്റെ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 4 ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇന്ന് ഒത്തിരി നമ്മൾ ഒത്തിരി നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ്, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും അല്ലാതെയും. അപ്പം ആദ്യമൊക്കെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അറിയോ, ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് വെറും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അന്ന് അതിന് പറഞ്ഞിരുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നായിരുന്നു. അതായത് പ്രൊഡക്ഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടും, അതായത് മാനുഫാക്ചറിംഗ് എന്നുള്ള ആ ഒരു ടേം ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോമിംഗ് എന്ന് പറഞ്ഞില്ലേ അത്. അപ്പൊ പണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ബിസിനസ് ഓർഗനൈസേഷനിൽ അവരെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഒരു മോട്ടീവും കൊണ്ടും അവർ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നീട് ഇങ്ങനെ കുറെ ടെക്നോളജീസും ഇങ്ങനെ ഓരോ ചേഞ്ചസും ഒക്കെ കാരണം അതെന്തായി അറിയപ്പെട്ടു, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളൊരു ടേം ആയിട്ട് അറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതൊരു ഡിസിപ്ലിൻ ആയിട്ടാണ് കേട്ടോ മാറിയത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഏരിയയിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആവുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ഏരിയാസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വെറും മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ മാത്രം നല്ലതായിട്ട് മാറി. പക്ഷെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നായപ്പോൾ എന്തായിട്ട് മാറി, നമുക്ക് ഏത് ഏരിയാസിലും അല്ലെ ഒരു ബിസിനസ് എന്ന നിലയിൽ മാത്രമല്ല ഏത് ഏരിയയിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റ് അഡ്വാൻസ്ഡ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്താന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ് അല്ലെ. ഇപ്പോ ഇന്ന് ഒരു ബിസിനസിന്റെ ഒരു സിനാരി അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ അവിടെ ഒരു കോമ്പറ്റീഷൻ ലെവൽ ആണെന്നുണ്ടെങ്കിലും അതിന്റെ എൻവയോൺമെന്റൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അതിന് അനുസരിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത്. ബേസിക് ആയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ ഒരു കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവർ ആ മാനുഫാക്ചറിങ്ങിലായിരിക്കും അല്ലെ. അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുക എന്നുള്ള ആ ഒരു മാനുഫാക്ചറിങ് ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫിനാൻസിലാണെന്നുണ്ടെങ്കിലും നമ്മളെ മാൻ പവർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അവിടെയാണ് കുറച്ച് നമുക്ക് എക്സ്പെൻസും കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിനെ എന്താക്കി മാറ്റണം, എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഓപ്പറേഷൻസ് എന്താണെന്നുള്ളത് നോക്കാം. ഓപ്പറേഷൻ സിമ്പിൾ ആണ്, ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഇൻപുട്ട് ഇൻ ടു ഇൻപുട്ടിനെ നമുക്ക് ഔട്ട്പുട്ട് ആക്കി മാറ്റാനുള്ള ആ ഒരു ചേഞ്ച് പ്രോസസ്സിനെയാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിലെന്താണ് വരുന്നത്, മാനേജ്മെന്റ് ആണ് അല്ലെ. മാനേജ്മെന്റ് നമുക്ക് ഉറപ്പായിട്ട് നമുക്കറിയാം എന്താണ്, പ്ലാനിങ്ങും ഓർഗനൈസേഷൻ ഡയറക്റ്റിങ്ങും കൺട്രോളിംഗ് ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്
എന്താണ് പ്രോപ്പറായിട്ട് എഫക്റ്റീവ് ആയിട്ടും എന്താണ് എഫിഷ്യന്റ് ആയിട്ടും ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം അല്ലെ. അതായത് ഇൻപുട്ട് ഓപ്പറേഷൻസ് പറഞ്ഞാൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലെ. അതിനെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. കാരണം ഈ ഓപ്പറേഷൻസ്, അതായത് ഈ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് മാറ്റുമ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഒരു ഗൈഡ് നമുക്ക് വേണം. ഓക്കെ, അതായത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ നല്ല രീതിയിൽ. കാരണം അവിടെ ഇങ്ങനെ ടൈം ലാഗ് വരാം, ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു മാൻ പവർ ഒക്കെ വെറുതെ അവരൊക്കെ എനർജി ഒക്കെ വെറുതെ ആയി പോകും. അതൊന്നും നമുക്ക് പറയാം. നമുക്ക് എപ്പോഴും നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മളെ എന്ത് കാര്യമാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ മാനേജ്മെന്റ് മീനിങ് എന്താണെന്നുള്ളത് ഇനി നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ബിസിനസ് ഫങ്ഷൻ ദാറ്റ് plans, organizes, coordinates, and control the resources needed to produce a company's goods and services. എന്താണ് ഒരു കമ്പനിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ചെയ്യുന്ന ആ ഒരു ബിസിനസ് ഫങ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ ബിസിനസ് ഫങ്ഷൻ ദാറ്റ് പ്ലാൻസ്, ഓർഗനൈസസ്, കോർഡിനേറ്റ്സ് ആൻഡ് കൺട്രോൾ ദ റിസോഴ്സസ് നീഡഡ് ടു പ്രൊഡ്യൂസ് എ കമ്പനീസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിനെ ഒരു മാനേജ്മെന്റ് ഫങ്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ബിസിനസ് ഫങ്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മാനേജ്മെന്റ് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? മാനേജിങ് ആണല്ലേ. മാനേജ്മെന്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മാനേജിങ് ആണ് അവിടെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ എന്തിനൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം? പീപ്പിൾ, എക്യുപ്മെന്റ്, ടെക്നോളജി, ഇൻഫോർമേഷൻ, അങ്ങനെ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പർ ആയ രീതിയിൽ മാനേജ് ചെയ്യാം എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പം ബിസിനസ് ഫങ്ഷൻ ആയിട്ടും മാനേജ്മെന്റ് ഫങ്ഷൻ ആയിട്ടും നമ്മൾ ഇതിനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മീനിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്താന്നുള്ളത് നോക്കാം. Operational management may be defined as the design, operation, and improvement of the production system that creates the firm's primary products or services. എന്താണ്? ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് അവരുടെ പ്രൊഡക്ട്സും സർവീസസും ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ഷൻ സിസ്റ്റം അവർക്ക് ഡിസൈൻ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം, ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ട് ആ ഒരു പ്രൊഡക്ഷൻ സർവീസസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. എഫക്റ്റീവ് അല്ലെങ്കിൽ പ്ലാനിങ്, അങ്ങനെ അതന്നെ കൊടുക്കണം കേട്ടോ, എന്നാലുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് ആവുള്ളൂ. എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റണം. അത് നമുക്ക് എന്ത് പറയാം? ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയാം. ഇനി ഓപ്പറേഷൻ മാനേജ്മെന്റിൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. വാല്യൂ ആഡഡ് പ്രോസസ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഞാൻ പ്രൊഡക്ഷൻ എന്താന്നുള്ളത് പറയുന്നത് അല്ലെ. ട്രാൻസ്ഫോമിങ് എ വെറൈറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ടു ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഈ പ്രൊഡക്ഷൻ തന്നെ അല്ലേ അപ്പൊ ഈ ഓപ്പറേഷൻ നമുക്ക് രണ്ടും ഒന്നിച്ച് പറഞ്ഞുകൂടെ എന്നുള്ളത്. പക്ഷെ അത് പറ്റില്ല. പ്രൊഡക്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഓപ്പറേഷൻസ് എന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതായത് സർവീസ് ആക്ടിവിറ്റി ആയാലും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓപ്പറേഷൻസ്. അതാണ് വൈഡ് വെറൈറ്റി ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രൊഡക്ഷൻ ആണോ ചോദിച്ചാൽ ആണ്. അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഓപ്പറേഷനിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങിലും സർവീസിലും ഇൻക്ലൂഡഡ് ആണ്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങിൽ മാത്രമേ ഉള്ളൂ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് അതിൽ കുറച്ച് ടേംസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നതാണ് ദ വാല്യൂ ആഡഡ് പ്രോസസ് എന്നുള്ളത്. വാല്യൂ ആഡഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനത്തിന് അതിന്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസേജോ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അതിന്റെ പെർഫോമൻസിനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ദ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് അല്ലെ. വാല്യൂ ആഡ്. അപ്പൊ ഈ വാല്യൂ ഒരു
ഓപ്പറേഷനിൽ അതിൽ എങ്ങനെ നമുക്ക് വാല്യൂ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 4 രീതിയിലാണ് വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അൾട്ടർ എന്ന് പറയുന്നത്. വാല്യൂ ആഡഡില് ഫസ്റ്റ് വൺ വരുന്നതാണ് അൾട്ടർ. അൾട്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ ആഡ് ചെയ്യാം. അൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡ്രസ്സൊക്കെ അൾട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വരുത്തുകയാണ് അല്ലെ? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഓപ്പറേഷനിലും വരുന്നത്. അതായത് ഇൻപുട്ടിന്റെ സ്റ്റേറ്റിനെയോ അല്ലെങ്കിൽ അതിന്റെ ഫോമിനെയോ ചേഞ്ചസ് വരുത്താണ് അൾട്ടറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ചേഞ്ചസ് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫിസിക്കലി ആ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അത് മെയിൻ ആയിട്ട് കാണുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ്സിലൊക്കെയാണ് നമ്മൾ ഫിസിക്കലി നമുക്ക് എന്ത് ചേഞ്ച് വരാം. ഫിസിക്കലി മാത്രമല്ല, നമുക്ക് അത് സൈക്കോളജിക്കലി എന്താ നമ്മൾ പറയില്ലേ, ചിലത് ഒന്നുകൂടി കംഫർട്ടബിൾ ആയി അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നത്, അതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, അൾട്ടർ വഴി നമുക്ക് വരുന്ന ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫിസിക്കലി ആവാം അല്ലെങ്കിൽ നോൺ ഫിസിക്കലി, ടാഞ്ചിബിൾ ആവാം ഇൻടാഞ്ചിബിൾ ആവാം. നമുക്ക് നമ്മൾ എന്താണ്, ഇപ്പോൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഫിസിക്കലി നമുക്ക് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈക്കോളജിക്കലി വരുമ്പോൾ എവിടെയാണ് വരുന്നത്? നമ്മൾ സർവീസിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അൾട്ടറിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ വാല്യൂ ആഡഡ് ആണ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ടിൽ വരുന്നതും ഇന്ന് നമുക്ക് ലോകത്തിന്റെ എവിടെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിലേക്ക് അത് എത്തുന്നുണ്ട് അല്ലെ? നമ്മളെ കയ്യിലേക്ക്, അതായത് ഇപ്പൊ നമുക്കൊരു കേരളത്തിൽ ഇരിക്കണം, നമുക്ക് ഇന്ത്യന്റെ എവിടെ അല്ലെങ്കിൽ ലോകത്തിന്റെ എവിടെ ഉള്ള പ്രൊഡക്റ്റും നമുക്ക് കിട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ ലൊക്കേഷന്റെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ അതിപ്പോ പ്രൊഡക്റ്റ് മാത്രം എന്നാവില്ല, പ്രൊഡക്റ്റ് ആവാം, പീപ്പിൾ ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പൊ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ആ ഒരു ലൊക്കേഷൻ അവർ നമുക്ക് ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ ഇന്ന് അത് അവൈലബിൾ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് കിട്ടി എന്നുള്ളത് പറയുമ്പോൾ അല്ലെ? അതാണ് ട്രാൻസ്പോർട്ടില്. ട്രാൻസ്പോർട്ട് പറയുമ്പോൾ എന്താണ്, നമുക്ക് അവൈലബിലിറ്റി, നമുക്ക് എവിടെയുള്ള ഒരു പ്രൊഡക്ഷൻ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും, പക്ഷെ അതിന്റെ അവൈലബിലിറ്റി ഇന്ന് എല്ലായിടത്തും എത്തും. അത് എന്തുകൊണ്ടാണ്? ട്രാൻസ്പോർട്ട് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു വാല്യൂ ആഡ് ആണ് സ്റ്റോർ എന്നുള്ളത്. എന്താണ്? കെപ്റ്റ് ഇൻ എ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ്. എന്താണ്? നമ്മളെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ്, എൻവയോൺമെന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കെപ്റ്റ് ഇൻ എ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം. കുറച്ച് ടൈം, ഒരു പീരിയഡ് ഓഫ് ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയാം? സ്റ്റോറേജ് ഉണ്ടല്ലോ, അതിനെ. ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? കുറച്ച് കോൾഡ് സ്റ്റോറേജ് ഏരിയയിലായിരിക്കും അല്ലെ? എന്നാൽ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വെയർ ഹൗസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇടാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റോറേജ്, ആ ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോർ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ്, അപ്പൊ സ്റ്റോർ വരുന്നുണ്ട്, പിന്നെ വരുന്നതാണ് ഇൻസ്പെക്ട് എന്നുള്ളത്. ഓക്കെ, ഇൻസ്പെക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മളെ ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പർച്ചേസിങ്ങിന്റെ ടൈമിൽ നമുക്ക് പുതിയ എന്താണ് ഡിസിഷൻ, നമുക്ക് കൂടുതലായിട്ട് നല്ല പർച്ചേസിങ്ങിന്റെ ഏരിയയിൽ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്പെക്ഷൻ വഴി ഒന്നും കൂടി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ യൂസേജ് അല്ലെങ്കിൽ അതിന്റെ റിപ്പയർ, ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ നോക്കാം, ഇൻസ്പെക്ഷനിലൂടെ നോക്കും. അതായത് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് എന്താണ് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 വേയിലൂടെയാണ് നമുക്ക് വാല്യൂ ആഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന ഒരു ടേം ആണ്, വാല്യൂ ആഡിലല്ല, ഓപ്പറേഷൻ മാനേജ്മെന്റിൽ പിന്നെ വരുന്ന ഒരു ടേം ആണ് പിന്നെ അതിൽ വരുന്ന ടേം ആണ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞല്ലോ, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? ഔട്ട്പുട്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ഔട്ട്പുട്ട്സ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് പറയുന്നത് അല്ലേ? അതിനെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ ഔട്ട്പുട്ടിനെയാണ് ഇവിടെ ഓപ്പറേഷനിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. എന്താണ്? നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റാന്ന് പറഞ്ഞാൽ ആ ഔട്ട്പുട്ട് ഒന്നെങ്കിൽ എന്തായിരിക്കും, നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, നമുക്ക് ഫിസിക്കലി നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് എന്താണ് സർവീസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ടാഞ്ചിബിൾ ആയിരിക്കില്ല അല്ലെ? ഇൻടാഞ്ചിബിൾ ആയിരിക്കും. നമുക്ക് ഫിസിക്കലി അതിനെ ടച്ച് ചെയ്യാനോ കാര്യം നമുക്ക് പറ്റും, നമുക്ക് കാണുന്നുണ്ടാവില്ല. അതിനൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിരിക്കാം. ഇപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽസ്, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്താണ്, നമുക്ക് പറയാൻ പറ്റുമോ ഇന്നത് എനിക്ക് കിട്ടിയെന്നില്ല, പക്ഷെ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അതാണ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിലെ
വരുന്നത്. പിന്നെ വരുന്നൊരു ടേം ആണ് ദ കൺവേർഷൻ പ്രോസസ് എന്നുള്ളത്. അതായത് നമ്മളോട് ഡിസ്കസ് ചെയ്തു എന്താണ് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷൻ. അതായത് ഒക്കെ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് നമുക്ക് എന്താണോ നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.